ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ വീട് പാണ്ടിക്കാടാണ്. അപ്പോൾ ഈ പെരിന്തൽമണ്ണ എത്തിയപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ തോന്നിയത് കേട്ടോ. നമ്മളൊരു പാലട പായസം കണ്ടപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പം ഞാൻ ഒരുപാട് എനിക്കിഷ്ടമാണ് കേട്ടോ. എൻ്റെ പാണ്ടിക്കാട് ഒരുപാട് മിസ് ചെയ്യുന്നൊരു ഇതാണ്. ഞാൻ 16 വയസ്സിൽ മണ്ണാർക്കാടേക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുത്താണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ നാട്ടിൽ വന്ന് പോകും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇതൊരു റോഡ് സൈഡിലാണ്. നമ്മുടെ പെരിന്തൽമണ്ണേൻ്റെ മധ്യത്തിലായിട്ടുള്ളൊരു റോഡ് സൈഡിലാണ് കേട്ടോ. ഇത് അധികാരികൾ ചെയ്തതാണ്. നല്ല നമ്മളെ മനസ്സും കണ്ണും നിറയണ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു ഞാറമഴ മരമാണ് കേട്ടോ, ഞാവലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ റോഡ് സൈഡിൽ എല്ലാവർക്കും കഴിക്കാതെ അതിൽ കായ്ച്ചാൽ അതിൻ്റെ കായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അവർ വെച്ചത്. ഇതും ഞാറ തന്നെയാണ് കേട്ടോ. പിന്നെ മൂച്ചിയുണ്ട്, മൂച്ചി, അതേപോലെ സപ്പോട്ട, പറങ്കി മൂച്ചി, അങ്ങനെ എല്ലാതും അവർ കൃഷി ചെയ്ത് ഇവിടെ റോഡ് സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് മൂച്ചിയാണ്. ഇതിലൊക്കെ കായ വന്നാൽ നമുക്ക് ആർക്കും വേണമെങ്കിലും റോഡ് സൈഡിൽ ഉള്ളവർക്ക് കഴിക്കാം കേട്ടോ. ആർക്കും വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് കണ്ടപ്പോൾ ഈ മലപ്പുറത്തിൻ്റെ പെരിന്തൽമണ്ണേൻ്റെ ഒന്നും മഹിമ ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. ഞാൻ വേറെ എവിടെ ഇങ്ങനെ കണ്ടില്ല. അത് പറങ്കി മൂച്ചിയാണ്. ഇതിൽ കായ്ച്ചാൽ നമുക്ക് ആർക്കും വേണമെങ്കിലും പോണ വഴി കൂടെ പോണവർക്ക് ആർക്കും വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ അതുതന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം. എനിക്ക് നല്ല ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ. ഇതാണ്ടോ, ഇത് മൂച്ചയാണ്. ഇതിൽ കായ ഉണ്ടായാലും നമുക്ക് ആർക്കും വേണമെങ്കിലും കഴിക്കാം വഴി കൂടെ പോകുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടുത്തെ നല്ല മനുഷ്യന്മാർ കേട്ടോ. ഇത് പേരക്കയാണ്. ഇതിൽ കായ ഉണ്ടായാലും നമുക്ക് ആർക്കും വേണമെങ്കിലും കഴിക്കാം. അതേപോലെ തന്നെ ഇത് ഒരു പ്ലാവാണ് കേട്ടോ. വഴി സൈഡിൽ തന്നെ പ്ലാവ്. ഇതിൽ കായ ഉണ്ടായാലും നമുക്ക് ആർക്കും വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ആർക്കും വേണമെങ്കിലും റോഡിൽ കൂടെ പോകണ ആർക്കും വേണമെങ്കിലും അത് നമുക്ക് പറിക്കാം. ആരൊന്നും പറയില്ല. അപ്പോൾ അത്ര നല്ല മനുഷ്യന്മാരാണ്. നല്ല സ്നേഹനിധികളാണ് കേട്ടോ ഈ പെരിന്തൽമണ്ണുള്ളവർ. അപ്പം ഞാൻ ഒരുപാട് കാലമായിട്ട് എനിക്ക് മിസ് ചെയ്യണത് എൻ്റെ നാട് തന്നെയാണ് കേട്ടോ. ഞാൻ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് ഇവിടുത്തെ മനുഷ്യന്മാരെയും ആ സ്നേഹവും അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ പാണ്ടിക്കാടാണ് കേട്ടോ എൻ്റെ വീട്. പക്ഷെ ഇതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനുഭൂതിയാണ് ഈ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ. പിന്നെ കുറേ നെല്ലി, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഈ റോഡ് സൈഡിൽ കൂടെ. പക്ഷെ അതൊന്നും എനിക്ക് ഒരുപാട് കാണിക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറൊക്കെ തരുന്ന സഹായിക്കാം കേട്ടോ. ഹായ്.